2026-ൽ ഒരു കപ്പലിൽ ഹാൻഡ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ വീണ്ടും ഈ വൈറസ് വാർത്തകളിൽ നിറഞ്ഞു. ജീൻ ഹാക്മാന്റെ ഭാര്യ ബെറ്റ്സി അറാക്കാവ മരിച്ചതും ഹാൻഡ വൈറസ് മൂലമുള്ള രോഗം കൊണ്ടാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. പക്ഷേ ഇത് കോവിഡ് പോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേഗത്തിൽ പടരുന്ന വൈറസ് അല്ല. എന്താണ് ഹാൻഡ വൈറസ്? ഹാൻഡ വൈറസ് എന്നത് ഒരു കൂട്ടം വൈറസുകളാണ്. പ്രധാനമായും എലികളാണ് ഇത് വഹിക്കുന്നത്. ഈ വൈറസ് 2 പ്രധാന രോഗങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് HPS. ഇത് ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കും. അമേരിക്കയിൽ കൂടുതലായി കാണപ്പെടുന്നു. രണ്ടാമത്തെ HFRS. ഇത് കിഡ്നിയെ ബാധിക്കുന്ന രോഗമാണ്. ഏഷ്യയിലും യൂറോപ്പിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് സാധാരണ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. വളരെ അപൂർവമായി ആൻഡസ്ട്രെയിൻ എന്ന തരത്തിൽ മാത്രം ക്ലോസ് കോണ്ടാക്റ്റ് വഴി പകരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണയായി രോഗം പകരുന്നത് എലിയുടെ മൂത്രമോ കാഷ്ടമോ ഉണങ്ങി പൊടിയായി വായുവിൽ കലരുമ്പോൾ അത് ശ്വസിച്ചാൽ, രണ്ടാമതായി എലി കടിച്ചാൽ, മൂന്നാമതായി വൈറസ് ഉള്ള ഭാഗം തൊട്ട ശേഷം കണ്ണ്, മൂക്ക്, വായ എന്നിവ തൊട്ടാൽ. കേരളത്തിൽ കാണുന്ന എലിപ്പനിയുമായി ഇതിന് സാമ്യമില്ല. അത് വേറെ രോഗമാണ്. ആദ്യ ലക്ഷണങ്ങൾ സാധാരണ പനി പോലെ തോന്നാം. പനി, ശരീരവേദന, ക്ഷീണം, വിറയൽ, തലവേദന എന്നിവ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിലരിൽ ശ്വാസമുട്ടൽ, ചുമ, നെഞ്ചിൽ ഭാരം തോന്നൽ എന്നിവ വരാം. ഗുരുതരമായാൽ ശ്വാസകോശത്തിൽ ദ്രാവകം നിറയാനും സാധ്യതയുണ്ട്. അങ്ങനെയായാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണം. ഇതിനിപ്പോൾ പ്രത്യേകം മരുന്നോ വാക്സിനോ ഇല്ല. രോഗിയുടെ അവസ്ഥയനുസരിച്ച് ഓക്സിജൻ സപ്പോർട്ട്, വെന്റിലേറ്റർ, ഡയാലിസിസ് പോലുള്ള ചികിത്സകളാണ് നൽകുന്നത്. പ്രതിരോധിക്കാൻ വീട്ടിൽ എലി കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. എലിയുടെ കാഷ്ടം കണ്ടാൽ ചൂലോ വാക്വം ക്ലീനറോ ഉപയോഗിക്കരുത്. ബ്ലീച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഗ്ലൗസ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. ഹാൻഡ വൈറസ് അപൂർവമായ രോഗമാണെങ്കിലും ഗുരുതരമാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശുചിത്വവും എലികളിൽ നിന്ന് സംരക്ഷണവും വളരെ പ്രധാനമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.